ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന ടോപ്പിക്കിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. So in that we have already discussed that how the microorganisms, especially the manipulated microorganisms, how they can be utilized or how their metabolic processes or metabolic machinery can be used to synthesize the products that are useful for the human beings. Okay. And we are producing it in such a large scale. അതുകൊണ്ടാണ് നമ്മളതിനെ industrial microbiology എന്ന് വിളിക്കുന്നത്. Okay. So there are various products, industrial products that are being manufactured with the help of the microbial organisms. Okay. Now we can see one by one. First we can see about the citric acid. Citric acid നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. അതായത് ഇറ്റ് ഇസ് സീൻ ഇൻ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്. പുളിയുള്ള ഫ്രൂട്ട്സിലെല്ലാം തന്നെ, എസ്പെഷ്യലി സിട്രസ് ഫ്രൂട്ട്സിൽ അല്ലേ, ഇപ്പോൾ ലൈം, ദെൻ ഓറഞ്ച്, പൈനാപ്പിൾ, ഗ്രേപ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ദർ ഇസ് ഹൈ എമൗണ്ട് ഓഫ് സിട്രിക് ആസിഡ്. സാധാരണ നമ്മൾ സിട്രിക് ആസിഡ് പഠിച്ചിട്ടുള്ളത് നമ്മുടെ പാത്വേസിലാണ് അല്ലെ, മെറ്റബോളിക് പാത്വേസിൽ. This is a common metabolite that is seen in the metabolic pathway of both plants as well as animals. So there are various uses for the citric acid. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ we will get lot of antioxidants അല്ലേ. അപ്പോൾ citric acid it is having antioxidant properties. ഏജ് കുറയ്ക്കാൻ സഹായിക്കുന്നൊക്കെ പറയാറുണ്ട് നമ്മളല്ലേ, ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അതായത് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വെയർ ആൻഡ് ടയർ, റിംഗ്ലിങ്, ഇതൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് യൂസസ് ഉണ്ട് ഇത് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിസർവിങ് ദ ഫുഡ് അല്ലേ. ഒരു മെയിൻ പ്രിസർവേറ്റീവാണ് ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ ആസിഡിഫയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വേരിയസ് യൂസസ് ആർ ദെയർ ഫോർ ദി സിട്രിക് ആസിഡ്. അതേമാതിരി ഫുഡ് അഡിറ്റീവാണ്, ഫ്ലേവേഴ്സൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിൻസ് ഇറ്റ് ഇസ് എൻ ആസിഡിഫയർ. മണം, അരോമ വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജ്യൂസിൽ, ഐസ്ക്രീമിൽ, ഈവൻ ഇൻ സർട്ടൻ ബിവറേജസ് സിട്രിക് ആസിഡ് ഇസ് ആഡഡ്. പിന്നെ വേറൊരു അപ്ലിക്കേഷൻ വരുന്നത് ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലുണ്ട്, അതേമാതിരി തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ദേ ഓൾസോ യൂസ് ദി സിട്രിക് ആസിഡ്. അത് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ they are used to preserve vitamins. പിന്നെ ഒരു എഫർവെസൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. pH റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രിസർവേഷൻ സിട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓയിൻമെൻറ്റ്സ്, കോസ്മെറ്റിക്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഉള്ളൊരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ് സിട്രിക് ആസിഡ്. ഫോമിങ് ഏജൻറ്റ്, എഫർവെസൻസ് ഉള്ളതുകൊണ്ട് ഫോമിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ. അത് പിന്നെ ഫോർ സോഫ്റ്റനിങ് ആൻഡ് ഈവൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ടെക്സ്റ്റൈൽസ്. ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നാരങ്ങയുടെ ശക്തിയുള്ള ഡിഷ് വാഷർ എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ, അങ്ങനെ ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് യൂസ് ഉണ്ട് ഈ പിന്നെ സിട്രിക് ആസിഡിന്. ഓക്കെ. സോ ആക്ച്വലി സിട്രിക് ആസിഡ് ഇറ്റ് ഈസ് കെമിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 2-hydroxy 1,2,3-propene ട്രൈകാർബോക്സിലിക് ആസിഡ്. മിക്കവാറും പ്ലാന്റ് സെൽ, അനിമൽ സെൽസിലെല്ലാം തന്നെ സിട്രിക് ആസിഡ് കാണാറുണ്ട്, സിൻസ് ഇറ്റ് ഇസ് എ മെറ്റബോളിക് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ്. സോ വളരെ എന്താ പറയുക, നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കെമിക്കൽ കമ്പോണൻ്റ് തന്നെയാണ് ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇറ്റ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം ദി സിട്രസ് ഫ്രൂട്ട്സ്. സോ ലാർജ് എമൗണ്ട് ഓഫ് സിട്രിക് ആസിഡ് ഇറ്റ് ഇസ് നീഡഡ് ഫോർ ദി ഇൻഡസ്ട്രി വേൾഡ് വൈഡ്. അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള യൂസസ് കൊണ്ട് തന്നെയാണ്. ഓക്കെ. സോ വേരിയസ് യൂസസ് ആർ ദെയർ. ആൻഡ് ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ടും. ഓക്കെ. നൗ ഇറ്റ് ഈസ് നാച്ചുറൽ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഓഫ് ദി ക്രെബ് സൈക്കിൾ. So this product
product. It is produced by several microorganisms from a variety of substrate. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, how the microorganisms are utilized for the synthesis of citric acid. So variety of microorganisms, actually we can see a list of microorganisms. So several microorganisms are being used for the synthesis of citric acid. Bacteria, yeast, fungus, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. They are all found to produce the citric acid. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതാണ്, ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന ഒരു ഫംഗസ്. ഓക്കെ, so this is the commonly preferred microorganisms എന്തിനു വേണ്ടിയിട്ടറിയോ, for the commercial production of the citric acid. Okay. So അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യുന്നത് മെയിൻലി carbohydrates ആണ്, like sucrose or glucose, that is very essential for the production of the citric acid. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ മൊലാസസ്, അതായത് ഷുഗർ കെയിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട്, മൊലാസസ്, പിന്നെ അതേപോലെ സുക്രോസ്, പിന്നെ നമ്മുടെ ബീറ്റിൻ്റെ സിറപ്പ്, അതല്ലെങ്കിൽ കെയിൻ ഷുഗർ തന്നെ, ഓൾ ദീസ് ആർ യൂട്ടിലൈസ്ഡ്. കാരണം ഇതെല്ലാം ദേ ആർ ഗുഡ് സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, either sucrose or glucose. So all these are used as a raw material and they are subjected to fermentation using the microorganism. അപ്പോൾ സാധാരണഗതിയിൽ പി എച്ച് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള പി എച്ച് എന്ന് പറയുന്നത് ദറ്റ് ഇസ് ബിലോ 2 ആണ്. പി എച്ച് ഇറ്റ് ഇസ് ബിലോ 2 ഇറ്റ് ഇസ് റിക്വയർഡ് ഫോർ ദി, ഇതാണ് ഓപ്റ്റിമം കണ്ടീഷൻ. ഓൾമോസ്റ്റ് ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസിൽ വയ്ക്കുന്ന ഷുഗർ കണ്ടന്റ് ഇറ്റ് ഇസ് വെരി വെരി എസെൻഷ്യൽ. സോ അപ്പോൾ കാർബൺ സോഴ്സസ് ഉള്ള ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഉള്ള ഏതെങ്കിലും ഒരു സാധനമാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഈ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, നൗ the fermentation of the citric acid it occurs in 3 ways. Okay, there are 3 different ways by which the microbial fermentation, industrial citric acid fermentation or the synthesis of the citric acid occurs in the industry. അതിലൊന്ന് സർഫസ് ഫെർമെൻറ്റേഷൻ ആണ്, സെക്കൻഡ് വൺ is submerged fermentation and the third method is by solid fermentation. Okay. അപ്പോൾ സർഫസ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹിയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റൈസ് ബ്രാൻ that is used and with the help of Aspergillus niger. So in a liquid solution we are using it in a flat aluminum or stainless steel pan ആണ് ഇവിടെ നമ്മളൊരു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. So they can produce the citric acid. Also ഇതിൻ്റെ കൂടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഹൈ കണ്ടന്റ് ഓഫ് ട്രേസ് മെറ്റൽസ് ആർ ഓൾസോ വിൽ ബി യൂട്ടിലൈസ്ഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷൻ ആണ്. സോ ഹിയർ ദ മൈക്രോബിയൽ സ്ട്രെയിൻ ദേ ആർ ഇനോക്കുലേറ്റഡ്, സർഫസിലല്ല, ജസ്റ്റ് ഒരു 15 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് ഫെർമെൻറ്റേഷൻ ടാങ്കിൽ 15 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് വി ആർ ഇനോക്കുലേറ്റിംഗ് ദി മൈക്രോബിയൽ കൾച്ചർ. ഓക്കെ, പിന്നെ എയറേഷൻ ഒക്കെ കൊടുക്കുന്നു. സോ ദ മൈക്രോബിയൽ ഓർഗാനിസംസ് ദേ ആർ അലൗഡ് ടു ഗ്രോ ആൻഡ് ദി ഇൻക്യുബേഷൻ ഇസ് അബൌട്ട് 5 to 14 days. ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. So in the fermentation tank the citric acid will be produced when you use a suitable substrate and later it can be purified and extracted. In the solid state fermentation method എന്ന് പറയുമ്പോൾ, so this is one of the most simplest method. It is also called as koji. ആരാണോ ഡിസൈഫർ ചെയ്തത് അതിൻ്റെ. So this is developed in Japan. So maximum amount of citric acid can be produced utilizing this process. Okay, അപ്പോൾ ഇവിടെ നമ്മൾ കസാവയാണ് ഉപയോഗിക്കുന്നത്.
at about 26 degrees Celsius, and the incubation is about 120 hours for the production of the citric acid. Okay. After the production, after the fermentation, ഇവിടെ നമ്മൾ ഇപ്പോൾ ഏത് മെത്തേഡ് ആയാലും ഇവിടെ ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്ന റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മീഡിയ വേണം, പ്രോപ്പർ മീഡിയ വേണം. ദാറ്റ് ഈസ് ഹാവിങ് ദ സബ്സ്ട്രേറ്റ് വിച്ച് ഇസ് കാർബൺ റിച്ച് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വേണം. യു ഹാവ് ടു ഇനോക്കുലേറ്റ് ദി മൈക്രോ ഓർഗാനിസം. ഫെർമെൻറ്റേഷൻ ആണ്, ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ദി ഫെർമെൻറ്റേഷൻ. The fermentation എന്ന് പറയുമ്പോൾ you have to provide all the optimal condition for fermentation. And final process എന്ന് പറയുന്നത് that is the recovery of the final product. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു നമ്മുടെ citric acidൻ്റെ കൂടെ so many undesirable byproducts will be there. Fungal mycelium ഉണ്ടാവും, several unwanted mineral acids, salts, proteins, മറ്റ് impurities എല്ലാം ഉണ്ടാവും. So all these things should be removed. Okay, so this biomass, it is separated by filtration. The liquid, it is transferred to the recovery process, and now finally the citric acid, it is separated from the liquid by precipitation. Okay, എങ്ങനെയാണ് precipitate ചെയ്യുന്നത്? Unwanted substance എല്ലാം remove ചെയ്ത ശേഷം it is precipitated by adding calcium citrate. Calcium citrate ആയിട്ട് ഇതിനെ എന്ത് ചെയ്യണം? precipitate ചെയ്യണം by adding lime. Calcium hydroxide add ചെയ്ത് കഴിഞ്ഞാൽ the citric acid, it will be precipitated in the form of calcium citrate. Okay. So that is how we extract the pure form of citric acid from the fermentation vessel. So this is one of the most important product that is produced using the industrial fermentation.